ജലഗതാഗതം. ഇന്ത്യയിലെ ദേശീയ ഉൾനാടൻ ഗതാഗതം, പ്രമുഖ തുറമുഖങ്ങൾ, കപ്പൽ നിർമ്മാണം എന്നിവ നിയന്ത്രിക്കുന്ന പരമോന്നത സ്ഥാപനമാണ് കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത മന്ത്രാലയം. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ (IWAI) 1986 ഒക്ടോബർ 27 നിലവിൽ വന്നു. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ വികസനവും നിയന്ത്രണവുമാണ് IWAIയുടെ ധർമ്മം. IWAIയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നോയിഡ, ഉത്തർപ്രദേശ്. IWAI റോൾ ഓൺ റോൾ ഓഫ് (RoRo) സംവിധാനം ആരംഭിച്ചത് മാജുലി ദ്വീപ് അസമിലെ നെച്ച്മാട്ടി മാജുലി ദ്വീപുമായി ബന്ധിപ്പിക്കുന്നു. നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് (NINI) ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത മേഖലയിലെ മാനവവിഭവശേഷി വികസിപ്പിക്കുന്നതിനായി IWAIയുടെ കീഴിൽ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണിത്. NINIയുടെ ആസ്ഥാനം പാട്ന 2004 നിലവിൽ വന്നത്. സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, കൊൽക്കത്ത 1967 നിലവിൽ വന്നു. ദേശീയ ജലഗതാഗതം. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2016 മാർച്ച് 25 ദേശീയ ജലഗതാഗത നിയമം നിലവിൽ വന്നത് 2016 ഏപ്രിൽ 12 നാഷണൽ വാട്ടർവേസ് ബിൽ 2015. ഇതനുസരിച്ച് നിലവിൽ ഇന്ത്യയിൽ ആകെ 111 ദേശീയ ജലപാതകളുണ്ട്. പ്രധാന ദേശീയ ജലപാതകൾ. ദേശീയ ജലപാത 1. ജലപാതകൾ ആദ്യത്തേതും ഏറ്റവും നീളം കൂടിയതുമായ ജലപാത. പശ്ചിമ ബംഗാളിലെ ഹാൽഡിയെ ഉത്തർപ്രദേശിലെ അലഹബാദുമായി ബന്ധിപ്പിക്കുന്നത്. നിലവിൽ പ്രയാഗ്രാജ് വരെ ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 1 കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നിവ. ദേശീയ ജലപാത 1ൻ്റെ ഗതാഗത വിസ്തൃതിയും അനുബന്ധ വികസനങ്ങളും നടപ്പിലാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ജൽമാർഗ് വികാസ് പ്രോജക്റ്റ്. ദേശീയ ജലപാത 2. ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര. അസമിലെ സാദിയ, ധുബ്രി എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നു. 891 കിലോമീറ്ററാണ് ഈ പാതയുടെ നീളം. ദേശീയ ജലപാത 3. NW3 വെസ്റ്റ് കോസ്റ്റ് കനാലിനെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം 1993. കൊല്ലം, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത 3ൻ്റെ നീളം 365 കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത 3. ദേശീയ ജലപാത 4. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ നീളുന്ന 1078 കിലോമീറ്റർ, നിർദ്ദിഷ്ട നീളം 2890 കിലോമീറ്റർ നീളമുള്ള ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 4. 2008 നവംബർ 25 ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ ദേശീയ ജലപാത ഗോദാവരി, കൃഷ്ണ നദികളിൽ സ്ഥിതി ചെയ്യുന്നു. ദേശീയ ജലപാത 5. തൽച്ചർ, ധാംറ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ദേശീയ ജലപാത 5. 2008 നവംബർ 25 പ്രഖ്യാപിക്കപ്പെട്ടു. ബ്രാഹ്മണി, മഹാനദി എന്നീ നദികളാൽ ബന്ധിക്കപ്പെട്ട ഈ ദേശീയ ജലപാതയ്ക്ക് 623 കിലോമീറ്റർ നീളമുണ്ട്. കേരളത്തിൽ നിന്നും ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലപാതയാണ് NW13 AVM കനാൽ, പൂവാർ, ഇരയിമ്മൻ തുറൈ. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3. ദേശീയ ജലപാതകൾ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ജലപാതകളുടെ എണ്ണം 5. 1. നാഷണൽ വാട്ടർവേ 3. കൊല്ലം, കോഴിക്കോട് 365 കിലോമീറ്റർ. 2. നാഷണൽ വാട്ടർവേ 8. ആലപ്പുഴ, ചങ്ങനാശ്ശേരി 28 കിലോമീറ്റർ. 3. നാഷണൽ വാട്ടർവേ 9
ആലപ്പുഴ കോട്ടയം 38 കിലോമീറ്റർ. 4. നാഷണൽ വാട്ടർവേ 13 പൂവാർ ഇരയിമ്മൻതുറൈ തമിഴ്നാട്. AVM കനാൽ 11 കിലോമീറ്റർ. 5. നാഷണൽ വാട്ടർവേ 59 കോട്ടയം വൈക്കം 28 കിലോമീറ്റർ. തുറമുഖങ്ങൾ. നാവിക ഗതാഗത മേഖലയിൽ ഏറ്റവും വലിയ വ്യാപാര കപ്പൽ സമുച്ചയമുള്ള രാജ്യമാണ് ഇന്ത്യ. എല്ലാ സർക്കാർ തുറമുഖങ്ങളും ഗ്രീൻ എനർജിയിൽ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം എന്നിവയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം 3. VO ചിദംബരനാർ, ചെന്നൈ, കാമരാജർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ സംരക്ഷണം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ CISFൻ്റെ ചുമതലയാണ്. അതേസമയം ചെറുകിട തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. മുംബൈ തുറമുഖം വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം. ഇന്ത്യയുടെ പരിധി തുറമുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ബോംബെ പോർട്ട് ട്രസ്റ്റ് ആരംഭിച്ചത് 1873 ഇന്ത്യയിലെ ആദ്യ വെറ്റ് ഡോക്ക് ആയ സസൂൺ ഡോക്ക് 1875 മുംബൈ തുറമുഖത്ത് നിലവിൽ വന്നു. മസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖം. മുംബൈ തുറമുഖത്തിലെ ഡോക്കുകളാണ് ഇന്ദിര, പ്രിൻസ്, വിക്ടോറിയ എന്നിവ. മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാനായി പണി കഴിപ്പിച്ച തുറമുഖങ്ങളാണ് നവശേവ തുറമുഖം, കാട്ല തുറമുഖം. ഇന്ത്യയിൽ നിലവിൽ വരുന്ന പുതിയ തുറമുഖമാണ് വാധവൻ, മഹാരാഷ്ട്ര. നവശേവ തുറമുഖം. നവശേവ തുറമുഖത്തിൻ്റെ പഴയ പേര് ജവഹർലാൽ നെഹ്റു തുറമുഖം. 1989 മെയ് 26 കമ്മീഷൻ ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖമാണിത്. ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം ജവഹർലാൽ നെഹ്റു തുറമുഖം. നിലവിൽ 5 കണ്ടെയ്നർ ടെർമിനലുകൾ ആണ് ജവഹർലാൽ നെഹ്റു തുറമുഖ ട്രസ്റ്റ് നിയന്ത്രിക്കുന്നത്. ജവഹർലാൽ നെഹ്റു പോർട്ട് കണ്ടെയ്നർ ടെർമിനൽ, നവശേവ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ, ഗേറ്റ് വേ ടെർമിനൽസ് ഇന്ത്യ പ്രൈ ലിമിറ്റഡ്, ഭാരത് മുംബൈ കണ്ടെയ്നർ ടെർമിനൽസ് പ്രൈ ലിമിറ്റഡ്, നവശേവ ഇൻ്റർനാഷണൽ ഗേറ്റ് വേ ടെർമിനൽ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യവൽക്കരിച്ച കണ്ടെയ്നർ ടെർമിനൽ നവശേവ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ. ആഗോളതലത്തിലുള്ള കണ്ടെയ്നർ തുറമുഖങ്ങളിൽ 33-ാം സ്ഥാനമാണ് ഈ തുറമുഖത്തിന്. ഭക്ഷ്യ എണ്ണ റിഫൈനറി നിലവിൽ വരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം. ഇന്ത്യയുടെ ആദ്യ മെഗാ കോസ്റ്റൽ സാമ്പത്തിക മേഖല സെസ് നിലവിൽ വരുന്ന തുറമുഖം. ദീൻ ദയാൽ തുറമുഖം. ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ഗൾഫ് ഓഫ് കച്ച്, ഗുജറാത്ത്. ദീൻ ദയാൽ തുറമുഖം പണി കഴിപ്പിച്ചത് 1950 ദീൻ ദയാൽ തുറമുഖത്തിൻ്റെ പഴയ പേര് കാട്ല തുറമുഖം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു പ്രധാന തുറമുഖമാണിത്. സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖം, ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര ഫ്രീ ട്രേഡ് തുറമുഖം, ആദ്യമായി സെസ് ഏർപ്പെടുത്തിയ തുറമുഖം, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയായി സെസ് കാട്ല തുറമുഖത്തെ പ്രഖ്യാപിച്ച വർഷമാണ് 1965. തുറമുഖങ്ങൾ ഡിജിറ്റൽ മോണിറ്ററിംഗ് നടത്തുന്നതിനായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് മൈ പോർട്ട്. ന്യൂ മാംഗ്ലൂർ തുറമുഖം. കർണാടകയിലെ ഏക മേജർ തുറമുഖം. മംഗലാപുരം തുറമുഖം എന്നും അറിയപ്പെട്ടിരുന്ന ഈ തുറമുഖം 1974 പ്രവർത്തനം ആരംഭിച്ചത്. 1974 മെയ് 4 രാജ്യത്തെ 9ാമത്തെ മേജർ തുറമുഖമായി പ്രഖ്യാപിക്കപ്പെട്ടു. ആദ്യകാലത്ത് പനമ്പൂർ തുറമുഖം എന്നറിയപ്പെട്ടിരുന്ന തുറമുഖമാണിത്. കർണാടകത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം. പ്രധാനമായും കുദ്രേമുഖ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിതമായ തുറമുഖം കൂടിയാണിത്. ചെന്നൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കൃത്രിമ
കിഴക്കൻ തീര തുറമുഖം 1851 പ്രവർത്തനം ആരംഭിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേയൊരു ഇന്ത്യൻ തുറമുഖം. ഇന്ത്യയിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള തുറമുഖം. ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം. മേജർ തുറമുഖങ്ങൾ. ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം 13. പൊതുമേഖല 12, സഹകരണ മേഖല 1. ഇന്ത്യയുടെ 13ാമത്തെ മേജർ തുറമുഖമായി ഉയർത്തപ്പെട്ടത് പോർട്ട് ബ്ലെയർ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. പോർട്ട് ബ്ലെയറിനെ പ്രധാന തുറമുഖമായി പ്രഖ്യാപിച്ചത് 2010 ജൂൺ 1. പശ്ചിമതീര തുറമുഖങ്ങൾ. കൊച്ചി കേരളം, ന്യൂ ബാംഗ്ലൂർ മംഗലാപുരം കർണാടക, നർമഗോവ ഗോവ, ജവഹർലാൽ നെഹ്റു നവശേവ മഹാരാഷ്ട്ര, മുംബൈ മഹാരാഷ്ട്ര, ദീൻ ദയാൽ കാട്ല ഗുജറാത്ത്. പൂർവതീര തുറമുഖങ്ങൾ. വി.ഒ. ചിദംബരനാർ തൂത്തുക്കുടി തമിഴ്നാട്, ചെന്നൈ തമിഴ്നാട്. കാമരാജർ എണ്ണൂർ തമിഴ്നാട്, വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്. പാരാദീപ് ഒഡീഷ, ഹാൽഡിയ പശ്ചിമ ബംഗാൾ. പോർട്ട് ബ്ലെയർ ആൻഡമാൻ. കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തുറമുഖത്തിൻ്റെ ഭാഗം അറിയപ്പെടുന്നത് ഡോക്ക്. ഒരു തുറമുഖത്തിൻ്റെ സേവനം ലഭ്യമാക്കുന്ന പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് ഹിൻഡർലാൻഡ്. വി.ഒ. ചിദംബരനാർ തുറമുഖം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം. വി.ഒ. ചിദംബരനാർ തുറമുഖം ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് തൂത്തുക്കുടി തുറമുഖം എന്നാണ്. തൂത്തുക്കുടി തുറമുഖത്തെ മേജർ തുറമുഖമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് 1974 ജൂലൈ 11. 1996 ISO 9002 അംഗീകാരവും 2005 ISO 14001 2004 അംഗീകാരവും ലഭിച്ചു. തൂത്തുക്കുടി തുറമുഖം വി.ഒ. ചിദംബരനാർ പോർട്ട് ട്രസ്റ്റ് എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 2011 ഫെബ്രുവരി 11. വി.ഒ. ചിദംബരനാർ തുറമുഖത്തിലെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നമാണ് ഉപ്പ്. ഗോവയിലെ ഏക മേജർ തുറമുഖമാണ് മർമഗോവ നദി സുവാരി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി നടത്തുന്ന തുറമുഖം മർമഗോവയാണ്. കാമരാജർ തുറമുഖം. കാമരാജർ തുറമുഖത്തിൻ്റെ പഴയ പേര് എണ്ണൂർ തുറമുഖം. 1999 മാർച്ചിൽ മേജർ തുറമുഖമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യയിലെ പരിസ്ഥിതി സൗഹൃദ എക്കോ ഫ്രണ്ട്ലി തുറമുഖം. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം. ഒരു ഉപതുറമുഖം എന്ന നിലയിൽ ചെന്നൈ തുറമുഖത്ത് ഇറക്കുമതി ചെയ്തിരുന്ന കൽക്കരി കൈകാര്യം ചെയ്യാനായി ആരംഭിച്ച തുറമുഖം. ചെന്നൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കുന്നതിനായി നിർമ്മിക്കപ്പെട്ട തുറമുഖം. എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നു. കമ്പനിയായി രജിസ്റ്റർ ചെയ്ത ആദ്യ തുറമുഖമാണിത്. കൊൽക്കത്ത തുറമുഖം. ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖം. ഹൂഗ്ലി നദിയിലാണ് കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. കൊൽക്കത്ത പോർട്ടിൻ്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം. ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് തുറമുഖം. ഹാൽഡിയ കൊൽക്കത്ത തുറമുഖത്തിൻ്റെ ഭാഗമാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ഹാൽഡിയ. വിശാഖപട്ടണം തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖം. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിൽ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന തുറമുഖം. ഇന്ത്യയിലെ ഏക കരബന്ധിത ലാൻഡ് ലോക്ക്ഡ് തുറമുഖം. ബംഗാൾ ഉൾക്കടലിലെ ഏക പ്രകൃതിദത്ത തുറമുഖം. പൂർവ്വതീരരത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ തുറമുഖം. തെക്കൻ ഏഷ്യയിലെ ആദ്യത്തെ അന്തർവാഹിനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഡോൾഫിൻ നോസ്, റോസ് ഹിൽ എന്നീ മലകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന തുറമുഖം. മറ്റ് തുറമുഖങ്ങൾ. കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിതമായ വർഷം 1972. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മുദ്ര. ഇന്ത്യയിലെ സ്വകാര്യ തുറമുഖങ്ങൾ പിപാവാവ്, മുദ്ര, കൃഷ്ണപട്ടണം. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം പിപാവാവ്
ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുദ്ര ഗുജറാത്ത്. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണപട്ടണം തുറമുഖമാണ് സ്വകാര്യ മേഖലയിൽ നിർമ്മിക്കപ്പെട്ട ആഴജല തുറമുഖം. നവയുഗ ഗ്രൂപ്പിനാണ് കൃഷ്ണപട്ടണം തുറമുഖത്തിൻ്റെ ഉടമസ്ഥാവകാശം. ലോകത്തിലെ ഏറ്റവും പ്രധാന കപ്പൽ പൊളിക്കൽ കേന്ദ്രമായ അലാങ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത്. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത് അലാങ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ തുറമുഖം 21 മീറ്റർ, ഗംഗാവരം, ആന്ധ്രാപ്രദേശ്. പ്രകൃതിദത്ത തുറമുഖങ്ങൾക്ക് ഉദാഹരണം മുംബൈ, കൊച്ചി. പാരാദീപ് തുറമുഖം ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. പാരാദീപ് ഒരു മനുഷ്യനിർമ്മിത തുറമുഖമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം മേജർ തുറമുഖമായി കമ്മീഷൻ ചെയ്ത ആദ്യ കിഴക്കൻ തീരത്തെ തുറമുഖം. 1966 ഏപ്രിൽ 18 മേജർ തുറമുഖമായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൂർവ്വതീര തുറമുഖം. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖങ്ങൾ പാരാദീപ്, ന്യൂ മാംഗ്ലൂർ. ജപ്പാനിലേക്കുള്ള ഇരുമ്പയിര് കയറ്റി അയക്കുന്ന ഇന്ത്യൻ തുറമുഖമാണ് പാരാദീപ്. പുതിയ തുറമുഖങ്ങൾ. ഇന്ത്യയുടെ സഹായത്തോടുകൂടി ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ചാബഹാർ തുറമുഖം. ചൈനയുടെ സഹായത്തോടുകൂടി പാകിസ്ഥാനിൽ നിർമ്മിക്കപ്പെട്ട തുറമുഖം ഗോദർ തുറമുഖം. ചൈനയുടെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിക്കുന്ന തുറമുഖം ഹംബൻ ടോട്ട തുറമുഖം. ഏത് തുറമുഖം വികസനത്തിനാണ് മ്യാൻമർ ഇന്ത്യയുമായി കരാറിലേർപ്പെട്ടത്? സിത്ത് വേ തുറമുഖം, മ്യാൻമർ. കലഡാൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ്. വടക്ക് കിഴക്കൻ ഇന്ത്യയെ മ്യാൻമറിൻ്റെ സിത്ത് വേ തുറമുഖം വഴി കൊൽക്കത്തയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി. ഇന്ത്യയും മ്യാൻമറും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. മേജർ പോർട്ട് ട്രസ്റ്റ് ആക്ട് നിലവിൽ വന്നത് 1963. ഇന്ത്യ പോർട്ട് അസോസിയേഷൻ IPA നിലവിൽ വന്നത് 1966. ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രിത ചുമതലയുള്ള ഏജൻസി പോർട്ട് ട്രസ്റ്റ് ബോർഡ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെൻറ്റ്, കൊൽക്കത്ത. നാഷണൽ മാരിടൈം അക്കാദമി, ചെന്നൈ. മുൻപ് അറിയപ്പെട്ടിരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെൻറ്റ് എന്നാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് മാരിടൈം സ്റ്റഡീസ് ആൻഡ് റിസർച്ച്, മുംബൈ. കപ്പൽ നിർമ്മാണശാലകൾ. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ SCI ലിമിറ്റഡ്. ഇന്ത്യയുടെ പൊതുമേഖലയിലെ ആദ്യ ഷിപ്പിംഗ് കമ്പനിയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ SCI. SCIയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈ. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് HSL. തുടക്കത്തിൽ HSL അറിയപ്പെട്ടിരുന്നത് സിന്ധ്യ സ്റ്റീം നാവിഗേഷൻ കമ്പനി ലിമിറ്റഡ് എന്നാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ കപ്പലാണ് ജൽ ഉഷ. സിന്ധ്യ ഷിപ്പ്യാർഡിലാണ് ജൽ ഉഷ നിർമ്മിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ISO 9001:2000 അംഗീകാരം ലഭിക്കുന്ന ആദ്യ കപ്പൽ നിർമ്മാണശാലയാണിത്. HSL സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല. ഷിപ്പ്യാർഡ് ഓഫ് ദ മില്ലേനിയം എന്ന് വിളിക്കപ്പെടുന്നു. കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായം നൽകിയത് ജപ്പാൻ. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണത്തിൽ മേൽനോട്ടം വഹിച്ച ജാപ്പനീസ് കമ്പനിയാണ് മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ്. ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് HCSL. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അനുബന്ധ സ്ഥാപനമാണിത്. HCSLൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ആദ്യത്തെ കപ്പൽ റാണി പത്മിനി, രണ്ടാമത്തേത് റാണി പത്മാവതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഫീൽഡ് ഷിപ്പ്യാർഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് നിലവിൽ വന്ന ഷിപ്പ്യാർഡും കൊച്ചി ഷിപ്പ്യാർഡാണ്. വല്ലാർപാടം ടെർമിനൽ. ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ, കൊച്ചി എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലാണിത്. മറ്റ് ഷിപ്പ്യാർഡുകൾ. 100 യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ഷിപ്പ്യാർഡ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ് ലിമിറ്റഡ്, കൊൽക്കത്ത.
മസഗോൺ ഡോക്കിൽ നിർമ്മിച്ച ആദ്യത്തെ യുദ്ധക്കപ്പൽ INS നീലഗിരി 1968 ഒക്ടോബർ 15, 1972 കമ്മീഷൻ ചെയ്തു. ഇന്ത്യയുടെ ആദ്യ യുദ്ധക്കപ്പൽ നിർമ്മാണ കേന്ദ്രം നിർദ്ദേശിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഷിപ്പ് ബിൽഡിംഗ്. നിർദ്ദേശിൻ്റെ ആസ്ഥാനം ശാലിയം, കോഴിക്കോട്. ഇന്ത്യൻ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിതമായ കപ്പൽ നിർമ്മാണശാല ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് 1957. ഗോവ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച പ്രധാന കപ്പൽ ആണ് INS തരംഗിണി. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണം. നാഷണൽ അതോറിറ്റി ഓഫ് ഷിപ്പ് റീസൈക്ലിംഗ് നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ഗാന്ധിനഗർ. ലോകത്തിലെ ആദ്യ CNG പോർട്ട് ടെർമിനൽ നിലവിൽ വരുന്നത് ഭാവ്നഗർ. കപ്പലോട്ടിയ തമിഴൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സ്വദേശി കപ്പൽ SS ഗാലിയ. SS ഗാലിയ എന്ന കപ്പൽ നിർമ്മിച്ചത് VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. വ്യോമഗതാഗതം. നിലവിൽ ഇന്ത്യൻ ആഭ്യന്തര വ്യോമയാന മേഖലയ്ക്ക് ലോകത്ത് 3-ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് JRD ടാറ്റ. ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച വർഷം 1911. അലഹബാദ് നൈനി 10 കിലോമീറ്റർ. ഇന്ത്യയിൽ ആദ്യമായി എയർമെയിൽ ആരംഭിച്ച വർഷം 1911. ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ വിമാന കമ്പനി ഇംപീരിയൽ എയർവേയ്സ്, കറാച്ചി, ഡൽഹി. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ് 1932. JRD ടാറ്റ സ്ഥാപിച്ച ടാറ്റ എയർലൈൻസിൻ്റെ ആദ്യ സർവീസ് കറാച്ചി മുതൽ ചെന്നൈ വരെ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ JRD ടാറ്റ. ടാറ്റ എയർലൈൻസിൻ്റെ പ്രഥമ സർവീസ് നടത്തിയ പൈലറ്റ് JRD ടാറ്റ. ഡി ഹാൽവിലാൻഡ് പാസ്മോത്ത് എന്ന സിംഗിൾ എൻജിൻ വിമാനമാണ് JRD ടാറ്റ എയർലൈൻസിൻ്റെ പ്രഥമ വിമാന സർവീസിൽ ഉപയോഗിച്ചത്. ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 1946. ഇന്ത്യൻ നാഷണൽ എയർവേയ്സ്, ടാറ്റ സൺസ് ലിമിറ്റഡ്, എയർ സർവീസ് ഓഫ് ഇന്ത്യ, ഡെക്കാൻ എയർവേയ്സ് എന്നീ 4 പ്രധാന കമ്പനികൾ വ്യോമഗതാഗതം ലഭ്യമാക്കിയ വർഷം 1947. ഇന്ത്യയിലെ രണ്ടാമത്തെ ആഭ്യന്തര എയർലൈൻസ് ഡെക്കാൻ എയർവേയ്സ്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കീഴിലാണ് ആഭ്യന്തര വ്യോമഗതാഗത സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യകാല ദേശീയ വിമാന കമ്പനികളാണ് ഇന്ത്യൻ എയർലൈൻസ്, എയർ ഇന്ത്യ. 1948 എയർ ഇന്ത്യയും ഇന്ത്യ ഗവൺമെൻറ്റും ചേർന്ന് രൂപീകരിച്ച വിമാന കമ്പനി എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ ആദ്യ അന്താരാഷ്ട്ര സർവീസ് ബോംബെ മുതൽ ലണ്ടൻ വരെ 1948 ജൂൺ 8. എയർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആദ്യ ചെയർമാൻ JRD ടാറ്റ. നിലവിൽ എയർ ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി. രൂപീകൃതമായപ്പോൾ എയർ ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. ഇന്ത്യൻ എയർലൈൻസ് പ്രവർത്തനം ആരംഭിച്ചത് 1953 ഓഗസ്റ്റ് 1. ആദ്യ രാജ്യാന്തര സർവീസ് നടത്തിയ എയർ ഇന്ത്യയുടെ വിമാനം മലബാർ പ്രിൻസസ്. ആദ്യ രാജ്യാന്തര സർവീസ് വിമാനം പറത്തിയ പൈലറ്റ് ക്യാപ്റ്റൻ KR ഗുസ്ദാർ. ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ച വർഷം 1953 ഓഗസ്റ്റ് 1. എയർ ഇന്ത്യയുടെ ചിലവ് കുറഞ്ഞ വിമാന സർവീസ് ബഡ്ജറ്റ് എയർലൈൻസ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ആസ്ഥാനം കൊച്ചി. 2007 ഓഗസ്റ്റ് 27 എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും കൂടി ചേർന്ന് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡായി മാറി. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ ഔദ്യോഗിക ചിഹ്നം കൊണാർക്കിലെ ചക്രം ആലേഖനം ചെയ്ത് പറക്കുന്ന അരയന്നം.
എയർ ഇന്ത്യയുടെ പഴയ ചിഹ്നം മഹാരാജ. 2021 ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ടാറ്റ സൺസിൻ്റെ അനുബന്ധ സ്ഥാപനമായ ടാനൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എയർ ഇന്ത്യയെ ഏറ്റെടുത്തു. നിലവിലെ എയർ ഇന്ത്യ ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജെറ്റ് വിമാന സർവീസ് എയർ ഇന്ത്യ തുടങ്ങിയത് 1960 ഫെബ്രുവരി 21. 1993 രൂപീകൃതമായ ജെറ്റ് എയർവേസ് പ്രവർത്തനം അവസാനിപ്പിച്ചത് 2019. ദേശീയാടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. 1990 എയർബസ് A320 വിമാനം സ്വന്തമാക്കിയ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയാണ് കിങ് ഫിഷർ എയർലൈൻസ്. ഇന്ത്യയിൽ ആദ്യമായി ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വിമാനം പറത്തിയ കമ്പനി സ്പൈസ് ജെറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ പാസഞ്ചർ എയർലൈൻ ഇൻഡിഗോ എയർലൈൻസ്. ഇന്ത്യയിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് 2020 ഒക്ടോബർ 31 ആരംഭിച്ചത് സബർമതി. അഹമ്മദാബാദിലെ സബർമതി മുതൽ കോവാദിയയിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കാണ് സർവീസ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും സഞ്ചരിക്കുന്നതിന് പ്രത്യേകമായി നിർമ്മിച്ച ബിയോങ് 777 വിമാനത്തിൻ്റെ പേര് എയർ ഇന്ത്യ 1. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സഞ്ചരിക്കാനായി ഇന്ത്യ ബോയിങ് 777 എയർ ഇന്ത്യ 1 വിമാനം വാങ്ങിയത് അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യയിലെ ആദ്യ ബയോഫ്യൂൽ പവേർഡ് ഫ്ലൈറ്റ് ആരംഭിച്ച എയർലൈൻസ് സ്പൈസ് ജെറ്റ്, ഡെറാഡൂൺ, ഡൽഹി. ലോകത്തിലാദ്യമായി ഹൈഡ്രജൻ ഇലക്ട്രിക് പാസഞ്ചർ ഫ്ലൈറ്റിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയ കമ്പനിയാണ് സീറോ ഐറ. വിമാനങ്ങളുടെ പാർക്കിങ്ങിനായി ടാക്സി ബോർഡ് ഉപയോഗിച്ച ലോകത്തിലെ ആദ്യ എയർലൈൻസ് എയർ ഇന്ത്യ. ലോകത്തിലെ ആദ്യ സീറോ വേസ്റ്റ് ഫ്ലൈറ്റ് ആരംഭിച്ച എയർലൈൻസാണ് ക്യോണ്ടസ് എയർലൈൻസ് ഓസ്ട്രേലിയ. കുറഞ്ഞ നിരക്കിൽ വിമാനയാത്രാ സൗകര്യം ലഭ്യമാക്കുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ പദ്ധതി യുഡൻ, ഉഡേ ദേശ് കാ ആനം നാഗരിക്. ഉഡാൻ പദ്ധതിക്ക് പിന്നിൽ പറക്കാൻ ലൈസൻസ് ലഭിച്ച ആദ്യ സ്വകാര്യ എയർലൈൻസ് ടർബോ മേഘ എയർലൈൻസ്. ഡിഗി യാത്ര. വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാരെ തിരിച്ചറിയുന്നതിനുള്ള ബയോമെട്രിക് അധിഷ്ഠിത ഡിജിറ്റൽ പ്രക്രിയ. ലൈഫ് ലൈൻ ഉഡാൻ. മെഡിക്കൽ ഉപകരണങ്ങൾ, PPE കിറ്റുകൾ, ടെസ്റ്റ് കിറ്റുകൾ, ആവശ്യ വസ്തുക്കൾ എന്നിവയുടെ വിതരണം കാര്യക്ഷമമാക്കുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച പദ്ധതി. സ്ലോഗനുകൾ: എയർ ഇന്ത്യ, യുവർ പാലസ് ഇൻ ദ സ്കൈ. ജെറ്റ് എയർലൈൻസ്, ദി ജോയ് ഓഫ് ഫ്ലൈയിങ്. എയർ ഡെക്കാൻ, സിംപ്ലിഫൈ. എയർ ഏഷ്യ, നൗ എവരിവൺ ക്യാൻ ഫ്ലൈ. എയർ ഇന്ത്യ എക്സ്പ്രസ്, സിംപ്ലി പ്രൈസ്ലെസ്. സ്പൈസ് ജെറ്റ്, ഫ്ലൈയിങ് ഫോർ എവരിവൺ. ഇന്ത്യയിലെ വ്യോമയാന മേഖലയിലെ പ്രധാന സ്ഥാപനങ്ങൾ: എയർപോർട്ടേഴ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ AAI. ആസ്ഥാനം രാജീവ് ഗാന്ധി ഭവൻ, ന്യൂഡൽഹി. സ്ഥാപിതമായത് 1995 ഏപ്രിൽ 1. നിലവിലെ ചെയർമാൻ സഞ്ജീവ് കുമാർ. ഇന്ത്യയിലെ വ്യോമഗതാഗത ശൃംഖലയുടെ സുരക്ഷാ ക്രമീകരണങ്ങളും അനുബന്ധ ഉത്തരവാദിത്തങ്ങളും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCAയുടെ കീഴിൽ വരുന്നു. നിലവിലെ DGCA അരുൺകുമാർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ കമ്പനിയാണ് പവൻ ഹാൻസ്. പർവ്വത പ്രദേശങ്ങൾ ഉപയോഗത്തിലുള്ള ഹെലികോപ്റ്ററാണ് പവൻ ഹാൻസ്. പെട്രോളിയം, വിനോദസഞ്ചാരം എന്നീ മേഖലകൾ ഹെലികോപ്റ്റർ സേവനം ലഭ്യമാക്കുന്നത് പവൻ ഹാൻസ് ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ ആദ്യ ISO 9001:2000 അംഗീകൃത ഏവിയേഷൻ കമ്പനി. ആസ്ഥാനം നോയിഡ, ഉത്തർപ്രദേശ്. IATA എയർപോർട്ട് കോഡ് ഘടന പ്രദർശിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. കോഡ്
TRB. എയർപോർട്ടേഴ്സ് കൗൺസിൽ ഇൻ്റർനാഷണൽ ACI ആഗോള വ്യോമയാന മേഖലയിൽ വിവിധ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളുടെ സുരക്ഷിതവും സുസ്ഥിരവുമായ വികസനം ലക്ഷ്യമിട്ട് സ്ഥാപിതമായ സംഘടനയാണ് ACI. കാനഡയിലെ മോൺട്രിയലിലാണ് ACIയുടെ ആസ്ഥാനം. സ്ഥാപനങ്ങൾ: ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി, അമേഠി, ഉത്തർപ്രദേശ്. രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി, അമേഠി, ഉത്തർപ്രദേശ്. രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി, തിരുവനന്തപുരം. നാഷണൽ ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, ഗോണ്ടിയ, മഹാരാഷ്ട്ര. സിവിൽ ഏവിയേഷൻ ട്രെയിനിങ് കോളേജ്, അലഹബാദ്, പ്രയാഗ്രാജ്. ഫയർ ട്രെയിനിങ് സെൻറ്റർ, ന്യൂഡൽഹി. നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ്, ബംഗളൂരു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് റിസർച്ച്, ഡൽഹി. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് HAL. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് HAL. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലുള്ള പ്രധാന നിർമ്മാണ കേന്ദ്രമാണിത്. ഇതിൻ്റെ ആസ്ഥാനം ബംഗളൂരു. ദേശീയ വിമാനത്താവളങ്ങൾ: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം, 4 എണ്ണം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് കുഷോക്ക് ബാക്കുല റിംപോച്ചെ വിമാനത്താവളം, ലഡാക്ക്, ലേ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേയുള്ള വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ന്യൂഡൽഹി, 4.43 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. രണ്ടാമത് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഹൈദരാബാദ്. സ്കൈ ട്രാക്ക് വേൾഡ് എയർപോർട്ട് അവാർഡ് 2021 റാങ്കിങ്ങിൽ ലോകത്തെ മികച്ച എയർപോർട്ടുകളുടെ ലിസ്റ്റിൽ 45-ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ എയർപോർട്ട് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. നിർമ്മിത ബുദ്ധിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സംവിധാനം ഏർപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കൊംബഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ദക്ഷിണേന്ത്യയിൽ പാരലൽ റൺവേസ് നിലവിൽ വന്ന ആദ്യ എയർപോർട്ട് കൊംബഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം കൊംബഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ആധാർ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളം കൊംബഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യത്തെ കപ്പൽ പാലത്തിലുള്ള റൺവേ സ്ഥാപിതമാകുന്നത് ലക്ഷദ്വീപിലെ അഗത്തി എയർപോർട്ടിലാണ്. വീൽ ചെയർ ലിഫ്റ്റ് സംവിധാനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ പ്രവർത്തന സജ്ജമായ 100ാമത്തെ വിമാനത്താവളം പാക്യോങ് എയർപോർട്ട്. സിക്കിമിലെ ആദ്യത്തെ വിമാനത്താവളം നിലവിൽ വന്നത് പാക്യോങ്. എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണൽ വേൾഡ് വോയിസ് ഓഫ് ദ കസ്റ്റമർ അവാർഡ് നേടിയ വിമാനത്താവളം കെമ്പി ഗോഡ്വ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ബംഗളൂരു. ഇന്ത്യയിൽ റൺവേയുടെ താഴെ നാഷണൽ ഹൈവേ നിലവിൽ വരുന്ന ആദ്യ ഇന്ത്യൻ എയർപോർട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ട്, വാരണാസി. ഇന്ത്യയിൽ ആദ്യമായി ഹെലി ടാക്സി സർവീസ് നിലവിൽ വന്ന നഗരം ബംഗളൂർ. എയർ ടാക്സി സംവിധാനം നിലവിൽ വരുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. 2021 മെയ്യിൽ പ്രവർത്തന സജ്ജമായ അസമിലെ വിമാനത്താവളം റുപ്സി വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായി യാത്രക്കാർക്ക് വിമാനത്തിനുള്ളിൽ വൈഫൈ സംവിധാനം നൽകിയ എയർലൈൻ സർവീസ് വിസ്താര. കേന്ദ്ര സർക്കാർ അംഗീകൃത എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റായി പോർട്ട് ബ്ലെയറിലെ വീർ സവർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ പ്രഖ്യാപിച്ചത് 2019. ഇന്ത്യയിലെ ആദ്യ ഏവിയേഷൻ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്.
ബ്ലാക്ക് ബോക്സ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച്. ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ഡേവിഡ് വാറൻ. ബ്ലാക്ക് ബോക്സിൻ്റെ മറ്റൊരു പേര് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം VDR വോയേജ് ഡേറ്റ റെക്കോർഡർ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സിംഗിൾ റൺവേ എയർപോർട്ട് എന്ന റെക്കോർഡ് നേടിയത് ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഗ്രീൻഫീൽഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് 2008. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് പാങ്യോങ് എയർപോർട്ട്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് കാസി നൗറൽ ഇസ്ലാം എയർപോർട്ട്. പഴയ പേരും പുതിയ പേരും. പോർട്ട് ബ്ലെയർ വിമാനത്താവളം വീർ സവർക്കർ വിമാനത്താവളം. ഡം ഡം വിമാനത്താവളം സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. ആഗ്ര വിമാനത്താവളം ദീൻ ദയാൽ ഉപാധ്യായ വിമാനത്താവളം. ഒഡീഷയിലെ ജാർസുഗുഡ എയർപോർട്ട് വീർ സുരേന്ദ്ര സായ് വിമാനത്താവളം. അഗർത്തല വിമാനത്താവളം മഹാരാജ വീർ ബിക്രം വിമാനത്താവളം. ഔറംഗാബാദ് വിമാനത്താവളം ഛത്രപതി സാംഭാജി മഹാരാജ് വിമാനത്താവളം. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ പേരിൽ പുനഃനാമകരണം ചെയ്യാൻ തീരുമാനിച്ച വിമാനത്താവളം ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഡെറാഡൂൺ. അയോധ്യ വിമാനത്താവളം ഉത്തർപ്രദേശ്. മാറിയാഡ പുരുഷോത്തം ശ്രീരാം എയർപോർട്ട്. സഹാർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ട്. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ഊർമിള K. പരീഖ്. ഇന്ത്യൻ എയർലൈൻസിൻ്റെ ആദ്യ വനിതാ പൈലറ്റ് ദുർബ ബാനർജി. ആദ്യത്തെ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് പ്രേം മാത്തൂർ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്സ്യൽ പൈലറ്റ് മൈത്രി പട്ടേൽ 19 വയസ്സ് ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായി പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ലഭിച്ച ട്രാൻസ്മാൻ ആദം ഹാരി കേരളം. ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങൾ. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്നൗ. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദ്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി. ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി അന്താരാഷ്ട്ര വിമാനത്താവളം ഗുവാഹത്തി. സർദാർ പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം അഹമ്മദാബാദ്. വാജ്പേയി വിമാനത്താവളം മാംഗ്ലൂർ കർണാടക. കൽബുർഗി വിമാനത്താവളം കൽബുർഗി കർണാടക. ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈ. സ്വാമി വിവേകാനന്ദ അന്താരാഷ്ട്ര വിമാനത്താവളം റായ്പൂർ. ഡോക്ടർ ബാബ സാഹേബ് അംബേദ്കർ അന്താരാഷ്ട്ര വിമാനത്താവളം നാഗ്പൂർ. ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളം അമൃത്സർ. ദേവി അഹല്യാഭായ് ഹോൾക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം ഇൻഡോർ. ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം വാരണാസി. കൊമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബംഗളൂരു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്ത. വീർ സവർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം പോർട്ട് ബ്ലെയർ. ശ്രീ സത്യസായി വിമാനത്താവളം പുട്ടപർത്തി. സീറോ വിമാനത്താവളം സീറോ അരുണാചൽ പ്രദേശ്. ലോക് നായക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം പാട്ന. ദാബോലിം വിമാനത്താവളം ഗോവ. കുഷോക്ക് ബാക്കുള റിംപേച്ചെ വിമാനത്താവളം ലേ ലഡാക്ക്. ബിർസ മുണ്ട വിമാനത്താവളം റാഞ്ചി. ബിജു പട്നായിക് വിമാനത്താവളം ഭുവനേശ്വർ. ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഡെറാഡൂൺ. മഹാറാണ പ്രതാപ് വിമാനത്താവളം ഉദയ്പൂർ രാജസ്ഥാൻ. ഉംറോയ് വിമാനത്താവളം ഷിലോങ് മേഘാലയ. തുലിഹാൽ വിമാനത്താവളം ഇംഫാൽ മണിപ്പൂർ. മീനമ്പാക്കം ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളം ചെന്നൈ. ഹാൽ അന്താരാഷ്ട്ര വിമാനത്താവളം ഹിന്ദുസ്ഥാൻ എയർപോർട്ട് ബംഗളൂരു. ഷിർദി വിമാനത്താവളം മഹാരാഷ്ട്ര. അഗത്തി എയർപോർട്ട് ലക്ഷദ്വീപ്.
ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.